ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മാവന്റെ ആത്മാർത്ഥ സുഹൃത്തും അമ്മയും ഒക്കെ ഈ നാട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കും തിരിച്ചു വരാ. ഇത്രയും വർഷം എന്ന് പറയുമ്പോ ചെറുതൊന്നുമല്ലല്ലോ കാലയളവ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ മോളെ. അതിന്റെ ഒരു അത്ഭുതവും സന്തോഷവും വിട്ടുമാറുന്നില്ല എനിക്ക്. പക്ഷേ എനിക്കെന്തോ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നു. ബാലമാമനൊന്ന് ആലോചിച്ചു നോക്കേ. മറ്റുള്ളവരെല്ലാം ഈ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുമ്പോഴും ഏതോ ഒരു വ്രതത്തിന്റെ പേര് പറഞ്ഞ് ദ്രൗപദി മുത്തശ്ശി മാത്രം ഈ വീട്ടിൽ നിന്നും ജലപാനം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. ഉള്ളത് പറഞ്ഞ അക്കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത് സംശയം? നമ്മുടെ വീട്ടിലും നമ്മളൊക്കെ വ്രതം നോക്കാറില്ലേ? ശുദ്ധവും വൃത്തിയും നമ്മൾ പാലിക്കാറുണ്ടല്ലോ. പിന്നെ അവർക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? മോളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ സ്ത്രീകളുള്ള വീടാ ഇത്. മാത്രമല്ല മത്സ്യവും മാംസവും വാങ്ങുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നവരല്ലേ നമ്മള്. ദ്രൗപദി അമ്മയ്ക്ക് പഴയ ആൾക്കാരാണ്. വ്രതം എടുക്കുന്നു പറഞ്ഞാൽ അണുയിട തെറ്റാത്ത വ്രതമായിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ ചില ദുർവാശികളും അക്കൂട്ടത്തിൽ കാണും മോളെ. മോളത് കാര്യാക്കണ്ട. ബാലമാമൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്തോ ചില അസ്വാഭാവികതകൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ കുഴപ്പമുള്ളതുപോലെ. അവളുടെ ഒരു വൃത്തിയുടെ സംശയം കണ്ടില്ലേ? ഒരു ചാരു സംശയരോഗിയാണ് അവള്. ഉള്ളത് പറയാലോ അമ്മാവ, എനിക്ക് ആ ചാരുവിനെ തീരെ പിടിച്ചിട്ടില്ല. മുത്തശ്ശി വ്രതം എടുക്കുകയോ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്യട്ടെ, അതിന് അവർക്ക് എന്താ കുഴപ്പം? എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയാണെങ്കിലും ചോദ്യം ചെയ്യല്. വ്രതമാണെങ്കിൽ പിന്നെ മുത്തശ്ശി അമ്പലത്തിൽ കയറാത്ത എന്താണെന്ന് വന്ന് കയറിയപ്പോ തന്നെ അവളുടെ ചോദ്യം ചെയ്യല് കേട്ടിട്ട് എന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി വന്നത് കൊല്ലാനുള്ള ദേഷ്യമാ. കൊല്ലാൻ തന്നെയാണല്ലോ നമ്മൾ വന്നേക്കുന്നത്. ആദ്യ കാഴ്ചയിൽ നമുക്ക് മുന്നിലൊന്ന് പതറിപ്പോയ ബാലചന്ദ്രൻ നമ്മൾ വന്നിരിക്കുന്നത് പഴയ പകയോടെ അല്ലാന്ന് തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോ അവൻ മനസ്സിലാക്കാതെ പോയ ഒന്നുണ്ട്. വീട്ടിൽ കയറി താമസിപ്പിച്ചിരിക്കുന്നത് വിഷപ്പാമ്പുകളെയാണെന്ന്. എന്താ മാവ, പഴയ ചങ്ങാതിയെ കാണാൻ വരുവാന്ന് പറഞ്ഞുള്ള ഈ വരവിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അധിക ഉദ്ദേശങ്ങളൊന്നുമില്ല മോനെ. ഒരേ ഒരെണ്ണം. എന്റെ ആ പഴയ ചങ്ങാതി ബാലചന്ദ്രന്റെ ഇപ്പോഴത്തെ ബാലം മാഷിന്റെ മരണം. ഇത്രയും കാലം ഞാനും പരമേശ്വരനും മാത്രം ഉള്ളിലൊതുക്കിയിരുന്ന ഒരു വലിയ കഥയുണ്ട്. കഥയല്ല, ജീവിതം. മറ്റൊരാളും അറിയാതെ ഞങ്ങളുടെ മാത്രം സ്വകാര്യ ദുഃഖവും പകയുമായി ഉള്ളിൽ കൊണ്ട് നടന്ന ആ കാര്യം നീയും അറിയണം. കിരണേ, ഇനി കുട്ടികളി വേണ്ട. കാര്യങ്ങളെ ഗൗരവത്തോടെ കാണണം. തൃക്കണ്ണൂർ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം വരെയുള്ള ഓരോ ദിവസങ്ങളിലും ഈ ആയിരപ്പറ കുടുംബത്തിന്റെ ഉള്ളറ നീറിക്കൊണ്ടേയിരിക്കണം. ഓരോരുത്തരുടെയും കണ്ണുകൾ നിറയണം. മനസ്സുകൾ വിങ്ങിപ്പൊട്ടണം.
സമാധാനത്തിന്റെ തരി തേടി അവരലയണം. ഉത്സവം തീരും മുമ്പേ ഇഞ്ചിഞ്ചായി നീറി ഒടുവിൽ ബാലൻ കെട്ടി തൂങ്ങി ചാവണം.